നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. മലപ്പുറം ബൂത്തിലേക്ക് 3 മാസം നീണ്ട പരസ്യ പ്രചരണത്തിന്റെ നിശബ്ദ മണിക്കൂറുകളിൽ മലപ്പുറം അവസാനവട്ട തന്ത്രങ്ങൾക്കൊപ്പം പരമാവധി സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ടുറപ്പിച്ചതിന്റെ ആവേശത്തിൽ സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പ് നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉപതെരഞ്ഞെടുപ്പിനായി മലപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത് പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ. വോട്ടെടുപ്പ് കുറ്റമറ്റതാക്കാൻ സംസ്ഥാന പോലീസിനൊപ്പം കേന്ദ്രസേനയും. ജില്ലയിലെ 49 പ്രശ്നബാധിത ബൂത്തുകളിലും 31 അതീവ പ്രശ്നബാധിത ബൂത്തുകളിലും സുരക്ഷ ശക്തമാക്കിയതായി ജില്ലാ കളക്ടർ. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പൂർത്തിയായി. പ്രതികളെല്ലാം പുറത്ത്. ജിഷ്ണു കേസിൽ ഒളിവിൽ കഴിയുന്ന 4-5 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. പ്രതികളെ ജയിലിൽ അടയ്ക്കേണ്ട സാഹചര്യമില്ലെന്ന് ഹൈക്കോടതി. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ചോദ്യം ചെയ്യരുത്. കോപ്പിയടിയുമായി ബന്ധപ്പെട്ട് 5 പ്രതികളെ 1 മണിക്കൂർ ചോദ്യം ചെയ്യാമെന്നും ഹൈക്കോടതി. കേരളത്തിൽ ആരെയും ജയിലിൽ അടയ്ക്കാവുന്ന സാഹചര്യം. കയ്യടി നേടാനല്ല, നീതിയുക്തമായ പ്രവർത്തനങ്ങളാണ് വേണ്ടത്. വാദിഭാഗം ഹാജരാക്കിയ ജിഷ്ണുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പീഡനത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നും വിശദീകരണം. പ്രവീണിനും ദിബിനും കൂടി ജാമ്യം ലഭിച്ചതോടെ ജിഷ്ണു കേസിലെ മുഴുവൻ പ്രതികളും പുറത്ത്. അതിനിടെ DGP ഓഫീസിന് മുന്നിലെ സംഭവത്തിൽ റിമാൻഡിലായ 5 പേർക്കും ജാമ്യം. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ, SUCI പ്രവർത്തകൻ ഷാജിർ ഖാൻ, ഭാര്യ മിനി, ശ്രീകുമാർ, സ്വാമി ഹിമബൽ ഭദ്രാനന്ദ എന്നിവർക്ക്. പ്രതികരിച്ച് പിണറായി. ജിഷ്ണു കേസിൽ രാഷ്ട്രീയ ഇടപെടൽ ആവർത്തിച്ച് മുഖ്യമന്ത്രി. മഹിജയുടെ പ്രയാസത്തെ ചിലർ ഉപയോഗപ്പെടുത്തി. വിഷയത്തിൽ സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. താൻ ഇടപെട്ടതുകൊണ്ട് മാത്രം തീരാവുന്ന പ്രശ്നമായിരുന്നില്ല മഹിജയുടെ സമരം. നിരാഹാരം എന്തിനു വേണ്ടിയായിരുന്നുവെന്നും പിണറായി വിജയൻ. അറസ്റ്റിലായ പൊതുപ്രവർത്തകൻ KM ഷാജഹാനോട് വ്യക്തിവിരോധമില്ലെന്ന് മുഖ്യമന്ത്രി. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ തീർക്കാമായിരുന്നു. ഉമ്മൻചാണ്ടി എപ്പോഴാണ് ഷാജഹാന്റെ രക്ഷകനായതെന്നും പിണറായി. എന്നാൽ വിരോധമില്ലെങ്കിൽ 7 ദിവസം ജയിലിലിട്ട് പീഡിപ്പിച്ചതെന്തിനെന്ന് KM ഷാജഹാൻ. അതേസമയം സമരത്തിലൂടെ മഹിജ എന്തു നേടിയെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് സഹോദരൻ ശ്രീജിത്തിന്റെ മറുപടി. സമരത്തിലൂടെ എന്ത് നേടിയെന്ന് സമൂഹത്തിന് മനസ്സിലായി. കൃഷ്ണദാസിനെ പോലെയുള്ളവരെ തുറന്നുകാട്ടാൻ സാധിച്ചെന്നും മുഖ്യമന്ത്രിയിലും സർക്കാരിലും ഇപ്പോഴും വിശ്വാസമെന്നും ശ്രീജിത്ത്. ഓർഡിനൻസുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും മലയാള ഭാഷ നിർബന്ധമാക്കിയ ഓർഡിനൻസിന് ഗവർണറുടെ അംഗീകാരം. CBSE, ICSE സ്കൂളുകൾക്കും ബാധകമായ നിയമം ലംഘിക്കപ്പെട്ടാൽ പ്രധാന അധ്യാപകർക്ക് 5000 രൂപ പിഴ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ മലയാളം സംസാരിക്കുന്നത് വിലക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2745 രൂപ, പവൻ 21,960 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.